2001 പുതിയ UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് UDF ഇതിലെ ഒരു ഘടകകക്ഷിയുടെ മന്ത്രി അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ മന്ത്രിക്ക് സ്വീകരണം, ഇതാണ് ചടങ്ങ്. ജില്ലാ അതിർത്തിയായ കാസർഗോഡിൻ്റെ ജില്ലാ അതിർത്തിയായ കാലിക്കടവ് എന്ന് മറ്റുമാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. കാലിക്കടവിൽ നിന്ന് മന്ത്രിയെ സ്വീകരിച്ച് ആനയിച്ച് കാസർഗോഡ് ടൗണിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയൊരു മെഗാ ഫംഗ്ഷനായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ, അത് മോട്ടോർ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് മോട്ടോർ വാഹനങ്ങൾ, 2 വീലേഴ്സ്, അതുപോലെ തന്നെ കാറുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി കുറേ കാലത്തിന് ശേഷം കാസർഗോഡ് ജില്ലയ്ക്ക് അന്ന് ഒരു മന്ത്രിയെ കിട്ടുന്നതാണ്. അതല്ല, അദ്ദേഹം അവിടുത്തെ ഒരു ജനകീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു അനുയോജ്യമായൊരു സ്വീകരണം. അങ്ങനെ ആ ദിവസം വന്നു. അപ്പോൾ അവർക്കൊരു റൂട്ട് നമ്മൾ പോലീസ് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഗത്തുകൂടെയാണ് ആ പ്രകടനം ആയിട്ട് വരുന്നത്, ആനയിച്ചു കൊണ്ടുപോകുന്ന ആ സ്വീകരണ ഘോഷയാത്ര കടന്നു പോകേണ്ടതിനെ കുറിച്ച്. അങ്ങനെ ഒരു ഉച്ചതിരിഞ്ഞൊരു 3 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് ആരംഭിക്കേണ്ടത്. പോലീസ് പൈലറ്റും എസ്കോർട്ടൊക്കെ ആയിട്ട് അവിടെ കാത്തു നിന്നു. അപ്പോൾ അതിനിടയിൽ അന്ന് അതിന് കുറച്ച് മുമ്പായിട്ട്, ഉച്ചയ്ക്ക് മുമ്പായിട്ട്, ഈ ഘടകകക്ഷിയുടെ യുവജന വിഭാഗം, അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ പിള്ളേരുകൾ, വേറൊരു വാക്കാണ് അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അത് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ആ പിള്ളേരുകൾ വിവിധ ബൈക്കുകളിലായിട്ട് ആ പരിസരത്ത് മുഴുവനും ഒരു ഷോ കാണിച്ചു. റോഡ് ഷോ പോലെയുള്ളൊരു ഷോ. ഒന്നുമില്ല, വരവറിയിച്ചുകൊണ്ട് വിളംബരജാഥ എന്നൊക്കെ പറയുന്ന പോലെ ആ ബൈക്കിൽ ഇങ്ങനെ അവിടെ കടവത്തൂരെന്ന് മറ്റൊക്കെയാണ് ആ ഒരു പഞ്ചായത്ത് ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ആ കടവത്തൂരിൻ്റെ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ് കടവത്തൂരെന്ന്. ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കൂടെയൊക്കെയാണ് ഈ 2 വീലേഴ്സിലുള്ള ഈ പിള്ളേരുകൾ ഈ ആഹ്ലാദ പ്രകടനമായിട്ട് അങ്ങനെ പല റൗണ്ടിൽ ഭയങ്കര സ്പീഡിൽ റേസ് ചെയ്തൊക്കെ പോയി അങ്ങനെ ഒരു വലിയൊരു ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കടവത്തൂർ എന്ന് പറയുന്ന ഈ സ്ഥലം വാസ്തവത്തിൽ CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഒരു അലിഗേഷനാണ് അതിലെ പോയിരുന്ന വിദ്യാർത്ഥിനികളോടോ സ്കൂൾ കുട്ടികളോടോ റോഡ് സൈഡിൽ കൂടെ പോകുന്നവരോടൊക്കെയോ എന്തൊക്കെയോ കമൻറ്റുകൾ പറഞ്ഞ് ആണ് ഈ ബൈക്ക് സംഘം പോയെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് വരികയും പിന്നെ അവരുമായിട്ട് അവിടെ ഒരു സംഘർഷാവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ സംഘർഷാവസ്ഥ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി മന്ത്രി എത്തി. പൈലറ്റ് അന്ന് കാഞ്ഞങ്ങാട് CI ഗോപി സാറാണ്, PK ഗോപി എൻ്റെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിയുടെ അടുത്ത്, നേതാക്കന്മാരുടെ അടുത്ത് ഒക്കെ വന്ന് പറഞ്ഞു, നമുക്ക് പോകേണ്ട റൂട്ട് ഇന്നതാണ്, ഞാനാണ് പൈലറ്റ്. അപ്പോഴാണ് മന്ത്രിയുടെ കൂടെയുള്ളവരും പറയുന്നത്, അത് നിങ്ങൾ നിശ്ചയിച്ച റൂട്ടല്ലേ? അല്ലല്ലോ സാർ, അത് SP വഴി നമ്മൾ നേരത്തെ സാങ്ഷൻ വാങ്ങിച്ചിട്ടുള്ള റൂട്ട് അതാണല്ലോ, ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കണ്ട, ഞങ്ങളൊരു റൂട്ട് കൂടെ പോവും, അതിന് നിങ്ങൾ പ്രൊട്ടക്ഷൻ തരണം. ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് നിങ്ങളിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങളിരിക്കുന്നത്. അതാ കാസർഗോഡ് ശൈലിയിൽ. അപ്പോൾ ഞങ്ങൾ കടവത്തൂർ വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴി കൂടെ പ്രൊട്ടക്ഷൻ കൊടുത്ത് വരുന്നതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് മന്ത്രിയോ മന്ത്രിയുടെ കൂടുതൽ നേതാക്കന്മാരോ തയ്യാറായില്ല. ഞാൻ പച്ചയ്ക്ക് പറയുന്നതാണ്, അതിനകത്തൊരു മറയില്ലാതെ പറയുന്നതാണ്. ആ വഴിക്കൂടെ തന്നെ വന്നു. അപ്പോൾ ഈ കടവത്തൂർ ഭാഗത്തെത്തുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റോഡ് താഴെയും 2 സൈഡിൽ കുന്ന് പോലെ ഇങ്ങനെ ഒരു ഹൈ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അത് കുറേ വളവും തിരിവുകളൊക്കെ ഉണ്ട്. അത് ഒരു പ്രത്യേക കൺജസ്റ്റഡ് വളവിൻ്റെ ഏരിയ വന്നപ്പോൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരുന്ന പോലെ ഇതിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിന്ന്
വലിയ കല്ലേറ് തുടങ്ങി. മരം വെച്ചുള്ള മരത്തടികൾ വെച്ചും ഒക്കെ റോഡ് ബ്ലോക്ക് ചെയ്തും പിന്നെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ കാണാൻ ഒരു ജനക്കൂട്ടം പിന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ആക്രോശിച്ചുകൊണ്ട് വരുന്നത് നമ്മളേതെങ്കിലും സിനിമാ കഥയിൽ കാണുന്നത് പോലെയുള്ള ഒരു വരവ്. വന്നതും ഇവരുമായിട്ട് ഈ ജാഥയിൽ പങ്കെടുത്തവരായിട്ട് സംഘർഷം തുടങ്ങി. പിന്നെ ബൈക്കുകൾ കത്തിക്കാൻ തുടങ്ങി. 100 കണക്കിന് വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളും കത്തിക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം ചിതറി ഓടി ഈ ഘോഷയാത്രത്തിൽ പങ്കെടുത്തവരെല്ലാവരും. അതിനിടയിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കാസർഗോഡ് SP സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ SP പോലും പറയുന്നത് അവർ കേട്ടില്ല എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. എന്തായാലും SPയും ഈ കൂട്ടത്തിൽ പോലീസ് സംഘത്തിലുണ്ട്. അവസാനം മന്ത്രിയുടെ കാറും കത്തിക്കുന്നുള്ളൊരവസ്ഥ എത്തി. മന്ത്രിയുടെ കാറിനും കല്ലേറ് തുടങ്ങുന്നു കണ്ടപ്പോൾ മന്ത്രി ഓടി വന്ന് SPയുടെ കാറിൽ കയറി. പിന്നെ പോലീസിൻ്റെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ടിയർ ഗ്യാസും ലത്തി ചാർജും വെടിവെപ്പും ആകാശത്തേക്ക് വെടിവെച്ചു. അതോടുകൂടി ഏകദേശം ആളുകളെല്ലാം ശാന്തമായി. കുറേ പേർക്ക് പരിക്ക് പറ്റി. കുറേ പേരെ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 2 ദിവസം കൊണ്ട് 226 FIR ആണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇടുന്നത്. അപ്പോൾ അതിൽ എത്രയോ ഇരട്ടിയാണ് ഉണ്ടായ ക്രൈംസ്, അതിനത്രയേക്കാൾ കൂടുതലാണ്. അതിൽ ഭൂരിഭാഗവും 435, 436 IPC വകുപ്പുകളാണ്. 435 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവെപ്പ്, സാധാരണ ഇതിൽ വാഹനങ്ങൾ തീവയ്ക്കുന്നതൊക്കെ 435, വീട്, ഗോഡൗൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തീയിടുന്നതൊക്കെ 436. അത് കുറച്ചുകൂടി ഗൗരവമുള്ള ആഴ്സൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, തീവെപ്പ്, കൊള്ളിവെപ്പ്. ഈ കേസുകളാണ് കൂടുതൽ. അതിൽ ഒട്ടേറെ വ്യത്യസ്തമാക്കുന്ന വേറെ സംഭവം എന്താ വെച്ചാൽ, കൂട്ടത്തിൽ അവിടെ അടുത്തൊരു വെളിച്ചെണ്ണ മില്ലുണ്ട്. ആ വെളിച്ചെണ്ണ മില്ലിൽ ക്വിൻ്റൽ കണക്കിന് വെളിച്ചെണ്ണയുണ്ട്. അതിനടുത്തൊരു തോടുണ്ട്, ഒരു വള്ളമുണ്ട്. ഒരു കൂട്ടർ വന്ന് ആ വെളിച്ചെണ്ണ മില്ലിലെ മുഴുവനും വെളിച്ചെണ്ണയും ഈ വള്ളത്തിലാക്കി കടത്തിക്കൊണ്ടുപോയി. ലൂട്ടിങ്, കൊള്ള. അത് ഏതൊരു കലാപത്തിലുണ്ടാവും. അത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഉത്തര ദക്ഷിണ ഭാഗത്തൊക്കെ നടന്ന കലാപങ്ങളിൽ ഒക്കെയും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കഴുകക്കണ്ണോടുകൂടി മൂട്ടിച്ചുകൊണ്ട് പോകുന്ന, അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. കണ്ണൂരൊക്കെ ഇപ്പോൾ ശാന്തമാണ്. ഒരു കാലത്തൊക്കെ നിരന്തരമായിട്ട് അവിടെ സംഘർഷം ഉണ്ടായിരുന്ന അവസരത്തിൽ അന്നൊക്കെ ഈ തീവെപ്പുകളുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ കാക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു അക്രമി, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അയാളൊക്കെ കാണുന്നത് അയാൾ ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. പിന്നീടൊക്കെ കോഴിക്കോടൊക്കെ കൊട്ടേഷനായിട്ട് വരുന്ന ഒരു ഇത് ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി. അപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ളതും കമ്മ്യൂണലായിട്ടുള്ളതും എവിടെ കലാപം ഉണ്ടായാലും, പ്രളയം ഉണ്ടായാലും, വെള്ളപ്പൊക്കം ഉണ്ടായാലും അതിനിടയിലൊക്കെ ഈ ലൂട്ടിങ് ഉണ്ടാകും. കാരണം ജനങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. കിട്ടിയത് കയ്യിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടുമ്പോൾ ബാക്കി വീട്ടിനകത്തുള്ള ഒരു സാധനങ്ങൾ എടുക്കാനായിട്ടുള്ള സാവകാശം കിട്ടാതെ ഇപ്പോൾ വീട് തീയിടുകയാണ്. തൊട്ടടുത്തിൽ തീയിടുന്ന ആളുകളിങ്ങനെ തീപ്പന്തവുമായിട്ട് ഓടി വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഓടുമ്പോൾ ഇത് തന്നെ അവസരം എന്ന് കരുതി ആ വീടുകളിൽ നിന്ന് ഇതുപോലെ കിട്ടിയത് മുഴുവനും, സ്വർണ്ണമായാലും ക്യാഷ് ആയാലും വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എടുത്തു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും പരാതിയായിട്ട് പോലും വരില്ല. കാരണം ആരാ ചെയ്തതെന്ന് അറിയില്ല. കാരണം ഒരു റൈറ്റ് സീനാണ്. റൈറ്റ്, ഒരു വഴക്ക്, ഒരു കലാപം ഉണ്ടാകുന്നൊരു സീനിൽ അത് രീതിയിൽ പോകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വെളിച്ചെണ്ണ മില്ലൊക്കെ പകല് തന്നെ ആയതുകൊണ്ടും ആരെ വള്ളത്തിലാണ് കൊണ്ടുവന്നത് തുഴഞ്ഞു പോയവരൊക്കെ സാക്ഷികളുള്ളത് കൊണ്ട് അത് മാത്രം നമ്മൾ റോബറിക്ക് തന്നെ കേസ് എടുത്തു. മറ്റുള്ളതൊക്കെ റൈറ്റിങ് 141, 147, 148 എന്നൊക്കെ പറഞ്ഞ് ഈ ലഹളയ്ക്കുള്ള ഒരു സെക്ഷൻസൊക്കെ ഇടുന്ന കൂട്ടത്തിൽ അങ്ങനെ സാധാരണ ഒരു ലോ ആൻഡ് ഓർഡറിൽ ഉണ്ടാകുന്ന ഹാർട്ട് കേസുകളിൽ ഒക്കെ ഇടുന്ന സെക്ഷൻസ് ഇട്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊള്ളയ്ക്ക് കൂടി അതിനകത്ത് FIR ഇടേണ്ട സാഹചര്യം ഉണ്ടായി. എന്തായാലും അതൊരു അന്നത്തെ ആ ഒരു രംഗം, ആ വെടിവെപ്പ് ഉണ്ടാകുന്ന വരെയുള്ള ആ രംഗം, അത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു പോലീസ് ലൈഫിൽ. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
9995444222. 1990 ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ സ്റ്റേഷൻ SI ആയിരിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. ഈ ക്രിമിനൽ നെഗ്ലിജൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രൈമാണ്. സംഭവം ഇങ്ങനെയാണ്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൂനമ്മൂച്ചി എന്നൊരു സ്ഥലമുണ്ട്. അതിനടുത്ത് റോഡിൽ ഇലക്ട്രിസിറ്റി ലൈൻ കമ്പി പൊട്ടി വീണ് കിടക്കുകയാണ്. എങ്ങനെയോ പട്ട വീണിട്ടോ മറ്റോ മരം വീണിട്ടോ എങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ പൊട്ടി വീണ് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വീട്ടിലെ ഒരു പയ്യൻ, ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ, അവനത് വഴിയല്ലാതെ വേറെ വഴിയൊക്കെ പോയി കൂനമ്മൂച്ചിയിലാണ് അവിടുത്തെ KSEBയുടെ ഓഫീസ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ്. അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനോട് കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ലൈൻ ഇപ്പം തന്നെ ഓഫ് ചെയ്യാം, കുട്ടി പോയിക്കോളൂ. എന്നാലും അവൻ ഇവിടുന്ന് പോയപ്പോൾ എഴുതി കൊണ്ടുപോയിരുന്ന ഒരു പരാതി, ഈ സംഭവത്തിനൊരു പരാതി അവിടെയുള്ള കംപ്ലയിൻറ്റ് ബോക്സിലിട്ടു. ഇത്രാം തീയതി ഇത്ര മണി തൊട്ട് അവിടെ കറണ്ട് എങ്ങനെയാണെന്നും ഇങ്ങനെ കമ്പി പൊട്ടി കിടക്കുന്നുണ്ടെന്നും ഇലക്ട്രിസിറ്റി ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. അത് അവിടെ ചെന്ന് അവരത് വിശ്വസിച്ച് അത് കേട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഇത് ഏതാണ്ടൊരു 10:30-11 മണി നേരത്താണ്, കാലത്താണ് ഈ പോയി പരാതി പറയുന്നതും എഴുതിയിടുന്നതൊക്കെ ആ 11 മണി സമയത്താണ്. ഇത് കഴിഞ്ഞ് അവൻ ഉച്ചതിരിഞ്ഞൊരു 3 മണിയായപ്പോൾ അവിടെ ടൗണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ച് അതേ റോഡിലൂടെ നടന്നു വരികയാണ്. ആ കമ്പി പൊട്ടിക്കിടക്കുന്ന സ്ഥലം അവൻ കണ്ടു, കമ്പിയോടെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അവൻ അതിൻ്റെ അടുത്തു കൂടെ നടന്നു വന്നു. ആ ലൈനിൽ നിന്ന് ഷോക്ക് ഏറ്റ് അവൻ മരിച്ചു. ഇലക്ട്രോക്യൂഷൻ എന്നാണ് പോലീസ് ഭാഷ. ഇലക്ട്രോക്യൂട്ടഡായി, വൈദ്യുതാഘാതം. അത് വെച്ച് ആ പയ്യൻ മരിച്ചു. വളരെ സെൻസേഷണലായിട്ടുള്ള ഒരു സംഭവം. ആരാണ് പ്രതി, ആരുടെ ഭാഗത്താണ് കുറ്റം? നിസ്സംശയം പറയാം, KSEBയിലെ ജീവനക്കാരുടെ ഭാഗത്ത്. അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഓവർസിയറുടെ അടുത്ത് അയാളാണ് നേരിട്ട് ചെന്ന് ആണ് പറഞ്ഞിരുന്നത്. ആ ഓവർസിയർ ജീവനക്കാരോട് പറഞ്ഞിട്ട് ജീവനക്കാർ ചെയ്യാതിരുന്നാണോ, ഓവർസിയർ അത് വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നാണോ, എനിവേ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഓവർസിയർക്കാണ്. ഇതിൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ സമാനതകളുള്ള കേസല്ല അത്. ഇതുപോലെ നേരത്തെ കേസുകളൊന്നും അധികം ഉണ്ടാവില്ല. ഇത്ര ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട്, ഡയറക്റ്റ് നെഗ്ലിജൻസ് ആയിട്ടുള്ള കേസുകൾ. അപ്പോൾ സംഭവ സ്ഥലം സന്ദർശിച്ചു. കംപ്ലയിൻറ്റ് ബോക്സിൽ വീട്ടുകാർ പറഞ്ഞു അവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കംപ്ലയിൻറ്റ് ബോക്സ് സീൽ ചെയ്തു. ഓവർസിയറോട് കാര്യങ്ങൾ ചോദിച്ചു. ഓവർസിയർക്ക് പറയാനുള്ളതും കൂടി കേട്ടു, ജീവനക്കാർക്ക് പറയാനുള്ളത് കൂടി കേട്ടു. അപ്പോൾ വലിയ പ്രതിഷേധം വന്നു ജനങ്ങളുടെ ഇടയിൽ നിന്ന്. ആ ഡെഡ് ബോഡി മറവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ആളുകളുടെ പേരിൽ നടപടി എടുക്കണം, KSEB എടുക്കണം, പോലീസ് എടുക്കണം. അപ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണ് ഇവരുടെ പേരിൽ നടപടി എടുക്കുക? ഞാനെടുത്തത് 304A IPC ആണ്. ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് കൊണ്ട് ഒരു ജീവഹാനി സംഭവിക്കുക. ഒറ്റവാക്കി പറഞ്ഞ ക്രിമിനൽ നെഗ്ലിജൻസ്. ഇതുപോലെ പല രീതികളിലും ഈ 304 എടുക്കാറുണ്ട്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ, ചികിത്സാ പിഴവുണ്ടായാൽ ആ ഡോക്ടറുടെ പേരിൽ എടുക്കുന്നതും ഈ 304A ആണ്. കൈ ഒടിഞ്ഞ കുട്ടിയെ തളിപ്പറമ്പ് സർക്കാർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ അതിൽ വന്ന പാകപ്പിഴ കൊണ്ട് ആ കുട്ടി മരിച്ചു. കൈയൊടിഞ്ഞാണ് കേസ്. ആ ആൺകുട്ടി ആ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചു. അവിടെയും ആ ഡോക്ടറുടെ പേരിൽ ഞാൻ കേസെടുത്തിട്ടുണ്ട്, തളിപ്പറമ്പ് DSP ആയിരിക്കുമ്പോൾ.
കീഹോൾ ശസ്ത്രക്രിയ വഴി യൂട്രസ് റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർജറി ചെയ്തപ്പോൾ 32 വയസ്സായ വീട്ടമ്മ മരിച്ചു. അത് ഓപ്പറേഷൻ ചെയ്തത് പയ്യന്നൂരത്ത് സ്വകാര്യ ആശുപത്രിയിലെ ഇതിന് പ്രത്യേക ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വേറെ കോഴ്സോ അറ്റൻഡ് ചെയ്യാത്ത ഒരു ഡോക്ടർ ചെയ്തതിൻ്റെ ഫലമാണ്. ശരിക്കും ചെയ്യേണ്ടത് ആ ഡോക്ടറുടെ അച്ഛനായിട്ടുള്ള ആളാണ്. അച്ഛനും ഡോക്ടറാണ്, പക്ഷേ അച്ഛൻ ആ സമയത്ത് പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അതിലും ആ ഡോക്ടറുടെ പേരിൽ കേസെടുത്തു. പക്ഷേ കേസെടുക്കാനേ പോലീസിന് അതിനകത്ത് കഴിയുള്ളൂ. അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള ഒരു മെഡിക്കൽ ബോർഡ് അത് ചികിത്സാരേഖകൾ മുഴുവനും പരിശോധിച്ച് അവർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസിലും മെഡിക്കൽ ബോർഡ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് നൽകിയത്. കേസ് റെഫർ ചെയ്ത് കളയേണ്ടി വന്നു. കാരണം ഒരു ഡോക്ടർക്കെതിരായിട്ട് വേറൊരു ഡോക്ടർ അങ്ങനെ എഴുതില്ല എന്നൊക്കെയുള്ളതാണ് പൊതുവെ ഉള്ള ജനങ്ങളുടെ ഇടയിലുള്ള ധാരണ. ഈ കേസിൽ 304A IPC വെച്ച് FIR ഇട്ടു, ഓവർസിയർ അറസ്റ്റ് ചെയ്തു, സാക്ഷിമൊഴികളെടുത്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ കംപ്ലീറ്റ് കാര്യങ്ങളെടുത്തു. ആ ഓവർസിയറെ ശിക്ഷിച്ചു. KSEBയിലെ കൂനംമൂച്ചിയിലെ ഓവർസിയറെ ശിക്ഷിച്ചു. 2 വർഷമാണ് പരമാവധി ശിക്ഷ കൊടുക്കാൻ പറ്റുക 304Aക്ക്. ആ 2 വർഷത്തിൽ ശിക്ഷിച്ചു എന്നാണ് എൻ്റെ അറിവ്. 1998 ഞാൻ ചാവക്കാട് CA ആയിരിക്കുമ്പോൾ കടപ്പുറത്തുണ്ടായ ഒരു അക്രമ സംഭവം. അപ്പോൾ അറബിക്കടൽ അവിടെ ഒരു ബ്ലാങ്ങാട് എന്ന് പറയുന്ന ഒരു കടപ്പുറമുണ്ട്. അവിടെ പ്രധാനമായിട്ടും ഈ ഫിഷിംഗ് ഏജൻസൊക്കെയാണ്, മത്സ്യക്കച്ചവടമാണ് അവിടുത്തെ ഒരു പ്രധാന ആകർഷണം. അപ്പോൾ അവിടെ നല്ല സീസൺ ആകുമ്പോൾ അവിടെയുള്ള ഫിഷിംഗ് ഏജൻസ് കന്യാകുമാരിക്കടുത്ത് കുളച്ചൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഈ മത്സ്യബന്ധനത്തിന് പോകാൻ പ്രത്യേക വലയും കഴിവും ഒക്കെയുള്ള ഒരു ടീമുണ്ട്. കുളച്ചിലുകാരെന്നാണ് അവരിവിടെ ചാവക്കാടൊക്കെ പറയുക. കുളച്ചിലുകാർ അവിടുത്തെ വള്ളമടക്കം എല്ലാമായിട്ടാണ് ഈ സീസൺ ആകുമ്പോൾ ഈ ബ്ലാങ്ങാട് വരിക. അപ്പോൾ ഒരുപാട് പുറംകടലിലേക്ക് അവർ വള്ളവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്ന് ഒരുപാട് വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ കിട്ടും അവിടുന്ന്. സാധാരണ ഈ അവിടെയുള്ള തീരദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചിത ദൂരം വരെ മാത്രമേ പോവുള്ളൂ, അത്തരത്തിലുള്ള മത്സ്യങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ വലിയ വിലയുള്ള മത്സ്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇവരെയാണ് നിയോഗിക്കുക. ഇവർക്ക് അതിനുള്ളൊരു കഴിവും അവരുടെ വല പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ആ രംഗത്ത് ഒരുപാട് പ്രാഗൽഭ്യമുള്ളവരാണ്. അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് അവർ ആ സീസൺ വരും. അത് കഴിഞ്ഞിട്ട് അത് മൺസൂണിന് മുമ്പോ ശേഷം മറ്റാണ് ആ സമയത്ത് അവർ തിരിച്ചു പോവുകയും ചെയ്യും. ആ ഒരു 1.5 മാസം 2 മാസം അവരോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവിടെയുള്ള ഫിഷിംഗ് ഏജൻസ് അവർക്ക് വലിയ വരുമാന മാർഗമാണ്. ബ്ലാങ്ങാട് അതിന് കുറച്ചപ്പുറത്താണ് ഈ ദ്വാരക കടപ്പുറമൊക്കെ. അപ്പോൾ ഇതിനിടയിൽ അവിടെയുള്ള പ്രാദേശികമായിട്ട് ഉള്ള ധീവര കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. അവരാണ് അധികം പേരും ഈ തീരദേശ വളരെ അടുത്ത് വരെയൊക്കെ പോയി എടുക്കുന്നവരാണ്. അപ്പോൾ അവരുടെ നേതൃത്വം BJPക്കാണ്. അപ്പോൾ ഒരു BJPയുടെ നേതൃത്വത്തിൽ അവർ വന്ന് ഈ ഫിഷിംഗ് ഇവരുടെ മത്സ്യ ഏജൻറ്റുമാരോട് പറഞ്ഞു, അടുത്ത വർഷം തൊട്ട് ഇനി ഇവരെ കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങളുടെ വരുമാനമാണ് നഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ കുടുംബങ്ങളാണ് പട്ടിണിയിലാവുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രത്യേക രാഷ്ട്രീയ അഭിമുഖ്യമുള്ളവരാണ് പലരും ഈ മത്സ്യ ഏജൻറ്റുമാർ. അപ്പോൾ അവരുടെ അടുത്ത് ഇവരുടെ ഈ ഭീഷണിയൊന്നും വിലപ്പോയില്ല. അവരുടെ കൂടെ പാർട്ടി ഒപ്പം നിന്നു. അപ്പോൾ അത് വീണ്ടും ഒരു രാഷ്ട്രീയ കോൺഫ്ലിക്റ്റായിട്ട് മാറാൻ തുടങ്ങി. ആ ഒരു സീസൺ അവസാനിച്ചു. അടുത്ത സീസൺ വന്നപ്പോൾ ഇതുപോലെ ഇവരുടെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ ഈ കുളച്ചിലുകാരെ വിളിച്ചു വരുത്തി. അവരിവിടെ ലാൻഡ് ചെയ്തു, വള്ളവും വലയൊക്കെയായിട്ട് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവരൊരു നോട്ടീസ് അടിച്ചിറക്കി. തീരദേശ ഈ BJPയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ സംഘടന, അതായത് കുളച്ചലുകാർ ബ്ലാങ്ങാട് വിടുക, അതാണ് അതിൻ്റെ ഹെഡിങ്. ഒരു ബിറ്റ് നോട്ടീസാണ്. അത്
കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ അതിന് വലിയ അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരവിടെ പബ്ലിക് മീറ്റിംഗ് വെച്ചു. എന്നിട്ട് അനൗൺസ് ചെയ്തു 10 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് വലയുമായിട്ട് ഈ കടപ്പുറം വിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോയില്ല എങ്കിൽ ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് 2 കൂട്ടരെയൊക്കെ വിളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ 2 കൂട്ടരെയും ബോധ്യപ്പെടുത്തി. കാരണം ഇവർ ഈ പുറംകടലിൽ പോയി പിടിക്കുന്ന മീൻ ഒരു കാരണവശാലും ഇവർക്ക് ഭീഷണിയാവുന്നില്ല, ഇവർക്ക് അവിടെ പോകാനും കഴിയില്ല. എന്നാൽ ഇവരുടെ ഏരിയയിലേക്ക് അവരിട്ട് കടക്കൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ഏരിയയിൽ ഒരു കാരണവശാലും അവർ മത്സ്യബന്ധനം ചെയ്യരുതെന്നും പുറംകടലിൽ മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനിൽ അഗ്രിമെൻറ്റിൽ 2 കൂട്ടർ സമാധാനപരമായിട്ട് പിരിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ വരികയാണ്. ഓട്ടോറിക്ഷകൾ, കാറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. പല ഓട്ടോറിക്ഷകളിലും ഇരിക്കുന്ന ആളുകളുടെ ഈ കൈ കാലതൊക്കെ പുറത്താണ്, ബ്ലീഡിങ് ആയിട്ടുള്ള വിട്ടുകൊണ്ടിട്ടുള്ള ചോരയായിട്ടുള്ള ഒലിപ്പിക്കുന്ന ഇതുകളായിട്ട്.